പുറത്ത് തണുപ്പ് പിടിപ്പിക്കുന്ന ഗംഭീര മഴ, എന്നാൽ തിയേറ്ററിനുള്ളിലോ ചൂട് പിടിപ്പിക്കുന്ന കാര്യത്തിൽ ഇടിമഴ തന്നെയാണ് എനിക്കിന്ന് കാണാൻ സാധിച്ചത്. ഞാൻ പറയുന്നത് വേറൊരു മൂവിയെ കുറിച്ചല്ല, നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ടെർബോ മൂവിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പടത്തിലോട്ട് കടക്കാം. ടെർബോ മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ വൈശാഖാണ്. വൈശാഖിനെ പറ്റി പറയുമ്പോൾ ഒരുപാടധികം നല്ല മൂവീസ് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി തന്ന നമ്മുടെ വൈശാഖ്, അതേപോലെ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ പുലിമുരുകൻ തുടങ്ങിയ മൂവീസ് വൈശാഖ് തന്നിരുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നത് അവസാനം ഇറങ്ങിയ മൂവി മോൺസ്റ്റർ ആയിരുന്നു, മോഹൻലാലിനെ വെച്ചുകൊണ്ട്. എന്നാൽ ആ ഒരു പടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആ പടത്തിന് സാധിച്ചില്ല. എന്നാൽ ഇതൊരു പുതിയ മൂവി, ഒരു മാസ് എന്റർടൈനർ ടെർബോ മൂവിയിലൂടെയാണ് വൈശാഖിന്റെ അടുത്ത തിരിച്ചുവരവ്. അപ്പോൾ ഈ മൂവിയുടെ കാസ്റ്റ് എന്ന് പറയുമ്പോൾ, ഒന്ന് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മമ്മൂക്ക, 2 അഞ്ജന ജയപ്രകാശ്, 3 നമ്മുടെ ബിന്ദു പണിക്കർ, അതേപോലെ ഒരുപാടധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ നമ്മുടെ നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്ന രാജ്ബി ഷെട്ടിയാണ്. അതിലോട്ട് കടക്കുന്നതിന് മുമ്പിൽ ഞാൻ ആദ്യം നമ്മുടെ ഈ ഒരു മൂവിയുടെ ഒരു പ്ലോട്ട് പറയാം. ഈ മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ, ടെർബോ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മൾ പറയുന്ന പോലെ ഒരു നാടൻ ഒരു ഗ്രാമത്തിൽ തല്ലൊക്കെ ഉണ്ടാക്കി അങ്ങനെ നടക്കുന്ന ഒരാൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രശ്നത്തിലോട്ട് ചാടുകയും അതവസാനം ചെന്നൈ എന്നൊരു വലിയ നഗരത്തിലോട്ട് പോവുകയും അവിടെ നിന്നൊരു വലിയൊരു നെഗറ്റീവ് ഷെയ്ഡ് നിറഞ്ഞ തന്നെ ഒരു വലിയൊരു, ഇതുവരെ ഈ ജോസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് മൂവിയുടെ ഒരു പ്ലോട്ട്. അപ്പോൾ ഈ മൂവിനെ അത്യാവശ്യം കണ്ടിരിക്കാനും എൻജോയ് ചെയ്യിപ്പിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു കാഴ്ച നമുക്ക് തന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. കാരണം ബ്രഹ്മയുഗം എന്ന മൂവിയിലൂടെ, അതേപോലെ കാതൽ എന്ന മൂവിയിലൂടെ, പിന്നെ നമ്മുടെ നൻപകൽ നേരത്ത് മയക്കം എന്നീ ഈ 3 ചിത്രത്തിലൂടെ നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു ക്ലാസ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ എത്രത്തോളം ആകാംക്ഷയോടെ ഒരു പടം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് നമുക്ക് ആ 3 പടം കണ്ടാൽ തന്നെ അറിയാം. ഒരു വേറിട്ട തരത്തിലുള്ള ഒരു അഭിനയ രീതിയും ആ ഒരു ചാർമിങ് എലഗൻസ് ഉണ്ടല്ലോ. നമ്മളൊരു മൂവി കാണുമ്പോൾ തന്നെ നമുക്ക് മമ്മൂക്കയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പടത്തിന്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മമ്മൂക്കയുടെ ആ ഒരു അഭിനയത്തിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേപോലെ ഇപ്പോൾ ഈ ടെർബോ എന്ന മൂവിയിലൂടെ ഒരു മാസ് എന്റർടൈനർ, ഒരു വേറിട്ട രീതിയിലുള്ള ഒരു പ്ലോട്ടിലോട്ട് മമ്മൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മമ്മൂക്ക ഈ മൂവിയിലൂടെ വരികയാണ്. അപ്പോൾ ഈ മൂവി എനിക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു മിഡ് അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ മൂവിയുടെ പോസിറ്റീവ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം എടുത്തു പറയേണ്ടത് ഈ മൂവിയുടെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ മമ്മൂക്കയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതേപോലെ നമ്മുടെ ബിന്ദു പണിക്കർ അഭിനയിക്കുന്നത് മമ്മൂക്കയുടെ അമ്മയായിട്ടാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും, ബിന്ദു പണിക്കർ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു ഗ്രാമത്തിൽ കാണുന്ന ഒരു തനി ഒരു ക്രിസ്ത്യാനി അമ്മ, അത് നന്നായിട്ട് ബിന്ദു പണിക്കർ അത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു രീതിയിലും മോശം തോന്നാത്ത രീതിയിൽ അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ എനിക്ക് രസകരമായി തോന്നിയൊരു സംഭവം എന്ന് പറയുമ്പോൾ, ബിന്ദു പണിക്കർ നമ്മുടെ അവഞ്ചേഴ്സ് മൂവിയായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ അത്യാവശ്യം തിയേറ്ററിൽ നല്ലതായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഈ മൂവിയുടെ ഒരു അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ട് തോന്നി. അതേപോലെ എടുത്തു പറയേണ്ടത് അഞ്ജന ജയപ്രകാശിന്റെ റോള്, അതേപോലെ അഞ്ജന ജയപ്രകാശിന്റെ ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു റോളിൽ വരുന്ന ശബരീഷ് വർമ്മ, ഇവർ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് ഈ പടത്തിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് ഈ മൂവിയിലൊരു ഞാൻ കണ്ടിരുന്ന് പോയ ഒരു സംഭവം എന്ന് പറയുമ്പോൾ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് ആണ്, അതെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്ന രാജ്ബി ഷെട്ടിയുടെ റോളാണ്. സത്യം പറഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റോൾ അല്ലെങ്കിൽ പോലും ആ ഒരു റോള് വളരെ മനോഹരമായിട്ട്, വളരെ ചാമിങ് ആയിട്ട് നമുക്ക് ഒരു നെഗറ്റീവ് റോളിനെ നമുക്ക് എത്രത്തോളം നമുക്ക് ഹൈപ്പിൽ കാണാൻ പറ്റുമോ ആ ഒരു രീതിയിൽ രാജ്ബി ഷെട്ടി ചെയ്തിട്ടുണ്ട്. ആ റോളിന് എന്തുമാത്രം
ആപ്റ്റാണ് രാജ്ബി ഷെട്ടി എന്ന് ആ മൂവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം രാജ്ബി ഷെട്ടിയുടെ നേരത്തെ മൂവീസ് കണ്ടതോടെ തന്നെ നമുക്കറിയാം രാജ്ബി ഷെട്ടിയുടെ പെർഫോമൻസ് ലെവൽ എന്താണെന്നും. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, മമ്മൂക്കയെ പോലൊരു ഇത്രയും ഫ്ലാബഗാസ്റ്റഡ് ആയിട്ടുള്ളൊരു നായകന്റെ ഒപ്പം ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ വരുമ്പോൾ അത് ഒന്നിനൊന്ന് മിച്ചമായിട്ട് ഒരു നമുക്ക് എന്താ പറയാ, ഒരു പോസിറ്റീവ് ക്യാരക്ടറും ഒരു നെഗറ്റീവ് ക്യാരക്ടറും തമ്മിൽ ഇടിക്കുന്ന രീതിയിൽ അത്രയും നന്നായിട്ടൊരു പെർഫോമൻസ് രണ്ടുപേരും കാഴ്ചവെച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ മൂവിയുടെ വേറൊരു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് പറയേണ്ടത് ഈ മൂവിയുടെ BGM, സൗണ്ട് ട്രാക്ക്, മ്യൂസിക് ഒക്കെയാണ്. അത് എനിക്ക് തോന്നുന്നു തുടക്കം മുതലൊരു അത്യാവശ്യം ഒരു മാസ് പടം ആയതുകൊണ്ട് തന്നെ നമുക്ക് മമ്മൂക്കയുടെ കുറേ അധികം ഫൈറ്റ് സീൻസ് കാണാൻ പറ്റുന്നുണ്ട്. തുടക്കം മുതൽ ഒരു എടുത്തു പറയുന്ന ഒരു അടിപ്പടം തന്നെയാണിത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയുള്ള അടിയിലും നന്നായിട്ട് ആ ഒരു മ്യൂസിക് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എനിക്ക് തിയേറ്ററിൽ ഇരുന്നപ്പോൾ തന്നെ ഓഡിയൻസിൻ്റെ റെസ്പോൺസിലൂടെ എനിക്കത് മനസ്സിലായി. അതേപോലെ ചില ഭാഗത്ത് നമുക്ക് കുറച്ചൊക്കെ BGM ഒരു ആവറേജ് ആയിട്ട് തോന്നുമെങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സീൻസിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് മമ്മൂക്ക നമ്മുടെ ഒരു തിയേറ്ററിൽ നമ്മുടെ ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കതൊരു ആകാംക്ഷയാണ് ആ മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടറിനെ കാണാൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അത്യാവശ്യം മമ്മൂക്കയ്ക്ക് പറ്റുന്ന രീതിയിൽ ആ ക്യാരക്ടറിന് പറ്റുന്ന രീതിയിലുള്ള ഒരു BGM കൂടെ വരുമ്പോൾ ആ മൂവി ഒരു ബെസ്റ്റ് മൂവി ആയിട്ട് മാറുകയാണ്. അപ്പോൾ അല്ലാതെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ മൂവിയുടെ വിഷ്വൽസ് പരമായിട്ട് ഈ മൂവി വളരെയധികം നല്ലതാണ്. എനിക്ക് വളരെ മെച്ചമായിട്ട് തോന്നി. ബാക്കി ഇപ്പോൾ ഇറങ്ങുന്ന കുറേ ഫൈറ്റ് പടത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലതായിരുന്നു. RDX പോലെ നമ്മൾ RDX കണ്ട ഒരു വിഷ്വൽസ് ഒക്കെ തന്നെ നമുക്ക് ഈ മൂവിയിലും കാണാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് തോന്നി. അതേപോലെ ഈ വിഷ്വൽസ് പറയുമ്പോൾ മമ്മൂക്കയുടെ ഫൈറ്റ് സീൻസ് അതാണ് ഈ മൂവിയുടെ മെയിൻ സംഭവം. പിന്നെ കാർ ചേസ് സീൻ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി. അതെല്ലാം അത്യാവശ്യം നല്ല വിഷ്വലായിട്ടാണ് അവരെടുത്തു വച്ചേക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലാണ് ആ ഒരു വിഷ്വലും എല്ലാം കാണാൻ സാധിച്ചത്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഈ മൂവിയുടെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് ഈ മൂവിയുടെ ഒരു നെഗറ്റീവ്, എനിക്ക് എന്താണ് ഈ മൂവിയിൽ നെഗറ്റീവായിട്ട് തോന്നിയതെന്ന് ഞാൻ പറയാം. അതായത് പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടു വന്ന ഒരു പ്ലോട്ടാണ് ഈ മൂവിയിലും കാണാൻ സാധിച്ചത്. ആ ഒരു സെയിം ടെംപ്ലേറ്റ് പിടിച്ചുകൊണ്ടാണ് ഈ മൂവിയിലും വരുന്നത്. അതെനിക്ക് തോന്നുന്നു ഈ വൈശാഖിൻ്റെ തന്നെ, ഈ ഡയറക്ടർ വൈശാഖിൻ്റെ തന്നെ വേറെ മൂവീസിലും നമുക്ക് കാണാൻ സാധിച്ച അതേപോലത്തെ കുറേ സെയിം ക്ലീഷേ സാധനങ്ങളും അതേപോലെ കഥാപാത്രങ്ങളായാൽ പോലും ഒരു ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ രാജ്ബി ഷെട്ടിയുടെ കഥാപാത്രം ചെയ്യുന്നതൊക്കെ തന്നെയാണ് നമ്മൾ പുലിമുരുകൻ എന്ന സിനിമയിൽ ഡാഡി ഗിരിജ ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തു പറയാൻ രീതിയിൽ ഈ റോളിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. റോളിനൊരു സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ ഒരു യുണീക്നെസ്സോ എനിക്ക് കാണാൻ സാധിച്ചില്ല. അതിപ്പോൾ മമ്മൂക്കയുടെ റോളായാലും എനിക്ക് തോന്നിയത് നമ്മൾ എവിടെയൊക്കെയോ കണ്ടുവന്ന ഒരു റോള് തന്നെയാണ് മമ്മൂക്ക ഈ മൂവിയിലും കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് സംഭവം എന്ന് പറയുമ്പോൾ ഒരുപാടധികം ക്ലീഷേ ആയിട്ടുള്ള ഒരു കോമഡിയും ക്ലീഷേ ഡയലോഗും, അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിൽ ലാഗും, പിന്നെ എനിക്ക് ഒട്ടും താല്പര്യം തോന്നാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ മൂവിയിൽ ചില ഭാഗത്തൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഫൈറ്റ് സീൻ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഈ കന്നഡ തെലുഗു സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ ബെഞ്ചിലൊക്കെ ഇടിച്ചിട്ട് അവിടെ നിന്ന് എന്താ ഈ കത്തിയും ഗണ്ണും ഒക്കെ പൊങ്ങി വന്നിട്ട് അതിൽ നിന്ന് എടുത്ത് ഷൂട്ട് ചെയ്യുന്നതും, പിന്നെ കാറിൽ നിന്ന് പെട്ടെന്ന് ബ്രേക്ക് എടുത്തിട്ട് ചാടുന്നതും നമ്മൾ പല സിനിമയിലും കണ്ട് നമുക്ക് ഒട്ടും താല്പര്യം തോന്നാത്ത കുറേ സംഭവങ്ങളൊക്കെ ഈ മൂവിയിൽ തോന്നി. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഈ മൂവിയിലൂടെ ആ ഒരു ക്ലീഷേ ആയിട്ട് തോന്നിയ സംഭവങ്ങളെ വളരെയധികം നന്നായിട്ട് നമുക്ക് എടുക്കാവുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്കത് ബാക്കിയുള്ളവർക്ക് വലുതായിട്ട് അതൊരു മോശമായിട്ട് തോന്നാത്തത്. എനിവേയ്സ്, പടം എനിക്ക് സത്യം പറഞ്ഞ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. വൈശാഖിന്റെ ഒരു മൂവിയിൽ നിന്ന്, കാരണം മോൺസ്റ്റർ എന്ന് പറഞ്ഞ അവസാനത്തെ മൂവി നമ്മൾ കണ്ടിരുന്നു, അതിൽ വളരെയധികം മോശം ഇമ്പാക്റ്റ് ആണ് ആ മൂവി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു മനസ്സിൽ ഈ ഒരു മൂവി അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ ഒരു മൂവി ഒരു എബോവ് ആവറേജ് മൂവിയാണ്.
ബട്ട് എനിവേസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി വൺ ടൈം കാണാൻ പറ്റുന്നൊരു മൂവി തന്നെയാണ്. മമ്മൂക്ക ഫാൻസിന് പ്രത്യേകിച്ച് ഇതൊരു അടിപൊളി തീപ്പൊരി പടം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു മഴയൊക്കെ പെയ്ത് നിന്ന് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു പടം കാണാനൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ മമ്മൂക്കയുടെ പടം ചെറിയ സ്ക്രീനിൽ കണ്ടാൽ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഒരു മൂവിയിലൂടെ നമുക്ക് മമ്മൂക്കയുടെ ആ ഒരു എലഗൻസും ചാംനെസ്സും ഒക്കെ ഈ മൂവിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പ്രശസ്തനായ സംവിധായകനും അതേപോലെ നാഷണൽ അവാർഡ് ജേതാവും ഡാനി എന്ന സിനിമയുടെ സംവിധായകനായ TV ചന്ദ്രൻ സാർ നമ്മുടെ ഓൺ ദ റോഡ് ചാനലിൽ തന്നെ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മമ്മൂക്ക ഡാനി എന്ന ചിത്രത്തിന് ശേഷമാണ് ഒരുപാട് തരത്തിൽ ഒരു വ്യത്യസ്തമായ യുണീക്കായിട്ടുള്ള റോൾസ് തിരഞ്ഞെടുക്കുന്നത്. അതിനു മുമ്പ് വരെ ഒരു സീരിയസ് ക്യാരക്ടറും ഒരു അച്ഛൻ റോൾ അല്ലെങ്കിൽ ഒരു മകൻ റോൾ, ഒരു സീരിയസ് ടൈപ്പ്, ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഹ്യൂമർ നിറഞ്ഞ റോൾ അല്ലാതെ ചെയ്തുകൊണ്ടിരുന്ന മമ്മൂക്ക, എന്നാൽ ഡാനി എന്ന മൂവിക്ക് ശേഷം വ്യത്യസ്ത തരത്തിൽ ഹ്യൂമർ ട്രാക്കും എൻ്റർടൈനിങ് മാസ് തുടങ്ങിയ കാര്യങ്ങളിലോട്ട് തിരിയുന്നു എന്നാണ് നമ്മുടെ TV ചന്ദ്രൻ സാറ് ഓൺ ദ റോഡ് ചാനലിൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലത്തെ ലിങ്കിൽ കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ആ ഒരു ആക്ടിങ് ലെവൽ, അതാണ് ഈ മൂവിയുടെ ഒരു ഇമ്പാക്റ്റ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മാസ് എൻ്റർടൈനർ മൂവി നമ്മൾ മമ്മൂക്കയുടെ പലതരത്തിലുള്ള മൂവീസ് കണ്ടിട്ടുണ്ട്. തുറുപ്പുകുലാൻ പോലുള്ള മൂവി, ഭാസ്കർ ദ റാസ്കൽ പോലുള്ള മൂവി. എനിക്ക് കുറേയൊക്കെ ഈ മൂവി ഭാസ്കർ ദ റാസ്കലായിട്ട് കുറേയൊക്കെ എനിക്ക് യോജിപ്പിക്കാൻ സാധിച്ചെങ്കിലും ഈ മൂവിയുടെ ഒരു മെയിൻ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കണ്ടിരുന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്ന് ഞാൻ 100% ഉറപ്പായി വിശ്വസിച്ച് മമ്മൂക്ക ഫാൻസിന് പറയുന്നത് അത് ആ മമ്മൂക്കയുടെ ആ ഒരു റോളിന് വേണ്ടി തന്നെയാണ്. മമ്മൂക്കയെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ മൂവി കാണാൻ സാധിക്കും. എനിവേസ് പടം ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ടർബോ മൂവി നിങ്ങൾ പോയി തിയേറ്ററിൽ തന്നെ കാണുക.